ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാനും തരക്കേടില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഉറക്കക്കുറവിനെ കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ച ഒരു ഇഷ്യൂ ആയിരുന്നു ഈ ഉറക്കക്കുറവ്. എങ്ങനെയാണ് നല്ലൊരു ഉറക്കം കിട്ടുക ഡോക്ടറെ? കുറെ നാളായി നന്നായി ഉറങ്ങിയിട്ട് എനിക്ക് ശരിക്കും ഉറക്കം വരുന്നില്ല, എനിക്ക് പല ചിന്തകളും വരുന്നു, എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല. അങ്ങനെ പലവരും നമ്മുടെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഇത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ ഉറക്കം വരാനായിട്ടുള്ള ഒറ്റമൂലികൾ പറയുന്നുണ്ട്, ഉറക്കത്തിന് സഹായിക്കുന്ന ടൈപ്പ് ടിപ്സ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ തന്നെ കാണണം. അപ്പം എന്നെ അറിയാത്തവർക്ക് എന്റെ പേര് ഡോക്ടർ സെറി, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂരാണ് എന്റെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഇൻസോമിനിയ കണ്ടീഷൻ അഥവാ ഉറക്കക്കുറവിലേക്ക് കടക്കാം. അപ്പൊ ഉറക്കക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ കാണാറുണ്ട്. പല ആൾക്കാരിൽ പല രീതിയിലാണ്. അതായത് ചില ആൾക്കാരിൽ തീരെ ഉറക്കമില്ല, അവര് ജസ്റ്റ് കിടക്കുന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് ഉറക്കമേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. ചിലവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് എപ്പോഴും ഉറക്കത്തിൽ വരികയാണ്. അതായത് ഒരു ക്വാളിറ്റി സ്ലീപ്പ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ പല ഇതുകൾ വരുന്നാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു 1, 2, 3 ദിവസത്തിനപ്പുറം നമുക്ക് ഈ ഉറക്കക്കുറവ്, അതായത് തീരെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു വൈദ്യസഹായം തേടേണ്ടതാണ്. അത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത് കേട്ടോ. അത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും കാരണമാവും. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മുടെ ഈ ഉറക്ക പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് കാരണങ്ങളിലേക്ക് കടക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒറ്റമൂലികൾ പറയാം. അപ്പൊ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾക്ക് ടെൻഷൻ, ആൻസൈറ്റി, പലതിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ. നമുക്ക് ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, എനിക്ക് അവരുടെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ എത്താൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ആലോചിച്ചിട്ട് പല കുട്ടികൾക്കും ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് ആലോചിച്ചാൽ ടെൻഷൻ. അതേപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പല കാര്യങ്ങളും ടെൻഷൻ, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ടെൻഷൻ, ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, ഇതേപോലത്തെ പല കാര്യങ്ങളും കൊണ്ട് അവർക്കൊരു ടെൻഷൻ, ആൻസൈറ്റി കൊണ്ട് അവർക്ക് ഇതേപോലത്തെ ഇഷ്യൂസ് വരാറുണ്ട്. റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ ഒരു ടെൻഷനായിട്ട് പിന്നെ അത് ഉറക്കത്തിനെ ബാധിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തേതാണ് ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുഃഖമായ അനുഭവം ഉണ്ടായി, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും മുറിയാണ്ട് അതായത് ഉണങ്ങാത്ത ഒരു മുറിവായിട്ട് കിടക്കുന്ന സംഭവം. അതായത് അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നല്ല ഉറക്കം കിട്ടില്ല, കാരണം നമുക്ക് എപ്പോഴും അതാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എന്തെങ്കിലും ബ്രേക്കപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉറക്കം വരാത്തതിന്റെ കാരണങ്ങളായിട്ട് കിടക്കാം. അതാണ് ട്രോമ. ഒരു ട്രോമ കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ വരുന്നതാണ് എന്തെങ്കിലും ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഒരു മെഡിസിൻ എടുക്കുന്നു, പക്ഷെ നമുക്ക് ഉറക്കം അങ്ങ് ശരിയാവുന്നില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ കാരണമായിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുന്നു, അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാം. മനസ്സിലായോ? പിന്നെ നമ്മൾ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ അമിതമായിട്ട്, അതിപ്പോ പലവരിലും കാണുന്നതാണ്, ഒരു പ്രശ്നമില്ലെങ്കിലും അവർക്ക് ചിലപ്പോൾ ഉറക്കക്കുറവ് ഉണ്ടാവുന്നത് ഈ മൊബൈല്, അതേപോലെ TV യൂസേജ്. അതായത് ഒരുപാട് നേരം നമ്മൾ ലേറ്റ് നൈറ്റിൽ ഈ റേസ് അതായത് ഇതിന്റെ ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് ഒരുപാട് അടിക്കുമ്പോൾ നമ്മുടെ കണ്ണില് നമുക്ക് ഉറങ്ങാനുള്ള, അത് എപ്പോഴും അലേർട്ട്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്, ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് പലവരും കണ്ടുവരുന്നതാണ്. അപ്പം ഈ ഒരു മൊബൈലിന്റെയും TV-യുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം ലേറ്റ് നൈറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നത്, ഉറങ്ങുന്നതിന്റെ സമയത്തും, അതായത് ഉറങ്ങാൻ പോകുന്ന ബെഡിലും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഉറക്കത്തിന് കംപ്ലൈന്റ് നമുക്ക് സൃഷ്ടിക്കാം. പിന്നെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഹെവി മീൽ എടുക്കുന്നത്, രാത്രി നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചു കിടക്കുന്നത് എപ്പോഴും നമുക്ക് ഉറക്കത്തിന് ഒരു പ്രശ്നമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പൊ ഇനി നമുക്ക് ടിപ്സ് പറയാം കേട്ടോ. എന്തൊക്കെ കാരണം അല്ല, ടിപ്സിന് മുൻപ് നമുക്ക് അതിന് എന്തെങ്കിലും സിംറ്റംസിനെ കുറിച്ച് പറയാം. എന്തൊക്കെ സിംറ്റംസ് ആണ്, കാരണം സിംറ്റംസ് പറഞ്ഞിട്ട് നമുക്ക് ടിപ്സിലും അത് കഴിഞ്ഞ് ഒറ്റമൂലിയിലേക്കും കിടക്കാം, അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് തലവേദന ഭയങ്കരമായിട്ട് വരാറുണ്ട്. പിന്നെ അതേപോലെ കണ്ണ് വേദന വരും, ഹെവിനെസ് പോലെ, അതായത് നമ്മുടെ തലയിൽ എന്തോ എടുത്തു വെക്കുന്ന അത്രയും ഒരു ഭാരം പോലെ തോന്നും, അലസത അനുഭവപ്പെടാം, ഒന്നും ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ കിട്ടില്ല, എല്ലാവരോടും ദേഷ്യം തോന്നും. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് ആണ്. ഇനി നമുക്ക് ടിപ്സ് പറയാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും എന്നുള്ളത്. അപ്പൊ ശരിക്കും ഒരു ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 കാര്യങ്ങൾ, അതായത് 3 പില്ലേഴ്സ് ആണ് നമുക്ക് ശരീരത്തിന് താങ്ങി നിർത്തുന്ന ഒരു പില്ലറാണ് ഉറക്കം, ഉറക്കം, ആഹാരം, അബ്രഹ്മചാര്യം. ഇത് 3 ശരീരത്തിന് താങ്ങി നടത്തുന്ന പില്ലേഴ്സ്. അപ്പൊ അതിലൊന്നാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പൊ ഉറക്കം നിസ്സാരക്കാരനാണോ? അല്ല. ഉറക്കത്തിനെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം പിന്നെ ഈ ഉറക്കം നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, 7-8 മണിക്കൂർ നമുക്ക് ശരിക്കും കിട്ടേണ്ടതാണ്. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് 6-7 മണിക്കൂറൊക്കെ മിനിമം, അല്ലെങ്കിൽ ഒരു മാക്സിമം നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം. മനസ്സിലായോ? അതിൽ കുറയാൻ പാടില്ല. അത്രയും മണിക്കൂർ നമ്മൾ ഉറങ്ങുക തന്നെ വേണം. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഉറക്കത്തിന്റെ പ്രശ്നങ്ങളില് ആദ്യമായിട്ട് വരുന്ന അതിലൊരു ടിപ്സ്, നമുക്ക് എങ്ങനെയൊക്കെ ഉറക്കം നല്ല രീതിയിലാക്കാം. അപ്പൊ ഉറക്കത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണും, നമ്മൾ ഉറങ്ങുന്ന മുറി എപ്പോഴും നല്ല വൃത്തിയുള്ളതും, അതായത് നമുക്കത് കാണുമ്പോൾ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് സഹായിക്കുന്ന നല്ല രീതിയിലുള്ള മിനുസമുള്ള കിടക്കുകൾ, ബെഡുകൾ, അതേപോലെ നല്ല തലയണകള്, അതേപോലെ വിരിപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം. നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് ഉറങ്ങാൻ തോന്നും. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയോ, ഒരുപാട് ഇടുങ്ങിയ മുറിയാവരുത്, നല്ല തുറസായ മുറി വേണം. പിന്നെ റൂം ടെമ്പറേച്ചർ എപ്പോഴും നല്ല തണുത്ത ഒരു റൂം ടെമ്പറേച്ചർ ആയിട്ട്, AC ഒക്കെ ഉണ്ടെങ്കിൽ
ഇല്ലാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്ന റൂമൊക്കെ തിരഞ്ഞെടുക്കാം ഉറക്കം വരാത്തവർക്ക് കേട്ടോ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ റൂം തന്നെ ഒരു സെറ്റ് ചെയ്ത് വെക്കാം, നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് റൂമിൽ തന്നെ വരുത്താം. പിന്നെ വരുന്നത് നമ്മളുടെ രാത്രി ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കുക. അതായത് ഒരു 7 മണിക്കൊക്കെ നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് പിന്നെ അങ്ങോട്ട് നമ്മൾ എന്താ പറയുക, ഒരു വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ സെറ്റ് ആവും. അപ്പോഴേക്കും നമ്മുടെ വയറൊക്കെ ഡൈജസ്റ്റ് ആയി നമ്മൾ സെറ്റ് ആയി പിന്നെ നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത കൂടും. അപ്പൊ എപ്പോഴും രാത്രി ബിരിയാണിയോ പൊറോട്ടയോ ഒന്നും കഴിക്കാതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വരുന്നത് രാത്രി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൊബൈലും അതേപോലത്തെ TV ഇങ്ങനത്തെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. നമുക്ക് ഉറങ്ങേണ്ടതിന് ഒരു അരമണിക്കൂർ മുമ്പ് എല്ലാ അങ്ങനത്തെ ഉപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. നമ്മൾ പിന്നെ ഉറങ്ങാനായിട്ടുള്ളതിലേക്ക് കിടക്കുക. ഉറക്കം തീരെ വരാത്തവരാണെങ്കിൽ മെഡിറ്റേഷൻ, വ്യായാമം ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഉറക്കത്തിന് കൂടുതൽ സഹായകരമാണ്. പിന്നെ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. അപ്പൊ തീരെ ഉറക്കം വരാത്തവരാണെങ്കിൽ അവർക്ക് രാത്രി വേണമെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മുടെ ഉറക്കത്തിന് ഒന്നും കൂടി, ഉറക്കത്തിന് മാത്രമല്ല മൊത്തമായ ശരീരത്തിന് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും കേട്ടോ. അപ്പൊ അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ഉറക്കത്തിനെ സഹായിക്കുന്ന ഒന്നാണ് ചില രീതിയിലുള്ള പ്രാണായാമം ഞാൻ പറഞ്ഞു, അത് ബ്രീത്തിങ് എക്സസൈസ്, അത് ഒരുപാട് നല്ലതാണ്. അത് നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്, എല്ലാം നമുക്ക് ബന്ധപ്പെട്ട പറഞ്ഞുതരാൻ പറ്റും കേട്ടോ. ഇനി ഇത്രയും പിന്നെ തല തേച്ചിട്ടുള്ള കുളി, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആയുർവേദം പരാമർശിക്കുന്ന ഒന്നാണ് ഡെയിലി തല തേച്ചിട്ട് നമ്മൾ കുളിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഉറക്കത്തിന് ഒരുപാട് സഹായിക്കും. നമ്മുടെ ശരീരവും തലയും എല്ലാം തേച്ച് കുളിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അഭ്യംഗ. അത് ഏറ്റവും നല്ലതാണ്. ശരീരത്തിലെ ലേപനങ്ങൾ, തണുത്ത ലേപനങ്ങൾ തേക്കുന്നത്, അതായത് ഒരു ത്രിഫല ചൂർണം കേടിൽ മിക്സ് ചെയ്തിട്ട് ലേപനമായിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഡാൻഡ്രഫിനും നല്ലതാണ്, അതേപോലെ തല തണുക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ ചില പ്രയോഗങ്ങൾ തല തണുക്കാനല്ല. പിന്നെ ചെമ്പരത്തി താളി, അതുപോലെ കറ്റാർവാഴ താളി, ഇങ്ങനത്തെയൊക്കെ ഒരുപാട് താളികളുടെ ഉപയോഗം. നമ്മൾ ഷാംപൂസിന് പകരം അത് യൂസ് ചെയ്യാം. സോപ്പ്, ഷാംപൂ ഇതിനൊക്കെ പകരം തലയിൽ കുളിക്കാനായിട്ട് അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ തല തണുക്കാനും ക്രമേണ നമുക്ക് ഉറക്കം ഒന്ന് ശരിയായി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ കാല് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകുക. ഓക്കെ, വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കാലില് നമ്മൾ ക്ഷീരബല തൈലം എന്ന് പറഞ്ഞിട്ട് ഒരു തൈലം അവൈലബിൾ ആണ്. അത് നമ്മുടെ കാലിന് തേച്ച് നമ്മൾ കിടക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഉറക്കം ഒന്ന് ശരിയായി കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു മെത്തേഡ്. പിന്നെ വരുന്നത്, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഡ്രിങ്ക് ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടില്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്, ഇതൊരു ഒറ്റമൂലിയാണ് കേട്ടോ. ഉറക്കം ശരിയായാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ചെറു ചൂടുള്ള പാലാണ് കേട്ടോ. അപ്പൊ ചെറു ചൂടുള്ള പാല് എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും പാലില്ലാത്ത വീടുണ്ടാവില്ല, വളരെ റയർ ആയിരിക്കും. എല്ലാവരുടെ വീട്ടിലും പാലുണ്ടായിരിക്കും. അപ്പൊ ചെറിയ ചൂടുള്ള പാല് നമ്മൾ എടുക്കുക. ആ പാലിൽ നമ്മൾ 2 പിഞ്ച് മഞ്ഞൾ, അതായത് ഇത്രയൊരു പിടി പിന്നെ ഒരു പിടി, വേണ്ട ഇത്രേ പാടുള്ളൂ. വളരെ, അതായത് നമുക്കത് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാൻ പാടില്ല. കാരണം ആ മഞ്ഞളിന്റെ മണം അല്ലെങ്കിൽ അതിന്റെ ഒരു രുചി ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. പക്ഷെ മഞ്ഞൾ വേണം. അപ്പൊ അങ്ങനെ അതിൽ ചേർക്കുക. പിന്നെ 1 പിഞ്ച് കുരുമുളക് പൊടി അതിൽ പാലിൽ ചേർക്കുക. അപ്പൊ എപ്പോഴും ചെറുചൂട് വേണം, അത് മസ്റ്റ് ആണ്. പിന്നെ ചേർക്കേണ്ടതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് നട്ട്മെഗ്. നട്ട്മെഗ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഈ എന്താണ് നട്ട്മെഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അത് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ മനസ്സിലാവും. അപ്പൊ അതിന്റെ പൊടിയാണ് നട്ട്മെഗിന്റെ പൊടി. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പൊടിച്ച്, നട്ട്മെഗിന്റെ ആ തൊലി ഉണ്ടല്ലോ, അതിന്റെ ആ കായ, നട്ട്മെഗിന്റെ കായ, അതിന്റെ പൊടി, ആ പൊടി നമ്മൾ ഇതില് മിക്സ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ പാല് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് കുടിക്കേണ്ടത് കേട്ടോ. അപ്പൊ നട്ട്മെഗിന്റെ മലയാളം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ എന്താന്നുള്ളത്. ജാതിക്ക, സോറി ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നട്ട്മെഗ് എന്ന് പറയുന്നത് ജാതിക്കായാണ് കേട്ടോ. അപ്പൊ ജാതിക്കായയുടെ ആ ഒരു കുരുവിന്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ കായ നമ്മൾ പതുക്കെ പൊടിച്ച് അതൊരു 2 പിഞ്ച് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിൽ ചേർക്കണം. അപ്പൊ ജാതി പത്രിയല്ല, ജാതിക്കായ കേട്ടോ. അത് എപ്പോഴും ഓർത്ത് വെക്കണം, മറക്കരുത്. അപ്പൊ ഇത്രയും ചെയ്ത് മിക്സ് ചെയ്ത പാല് നമ്മൾ ചെറുചൂടോട് കൂടി കുടിക്കുക എന്നുള്ളത് വളരെ ബെസ്റ്റ് ആണ്. നല്ലൊരു ഒറ്റമൂലിയാണ് ഉറക്കം കിട്ടാത്തവർക്ക് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു വൈദ്യസഹായം തേടേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഉറക്കം കുറവുള്ളവർക്ക് നമ്മൾ നല്ലൊരു ട്രീറ്റ്മെന്റ് 1 മാസം കൊണ്ട് ഉറക്കം ശരിയാക്കിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ആയുർവേദത്തിൽ നല്ല മരുന്നുകളുണ്ട്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് കൺസൾട്ടേഷനും നമുക്ക് അവൈലബിൾ ആണ്. അത് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ പുറമെ, അതായത് തൃശ്ശൂരിന് പുറത്തുള്ളവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് രോഗങ്ങളിലേക്ക് നയിക്കും. എല്ലാവരും സുഖമായും സന്തോഷമായും സമാധാനമായും ഉറങ്ങട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ബൈ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ വിജയം. ബൈ.